ഇപ്പം മാമിൻ്റെ വീഡിയോസുകൾ കാണുമ്പോഴും നമ്മൾ സ്റ്റോറീസുകൾ കാണുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ട്രാവലിംഗ് ആണ്. ഇപ്പം മാമിൻ്റെ സ്റ്റുഡിയോ ക്ലിനിക്കിലാണെങ്കിലും മാം ഹാപ്പിയാണ്. നല്ല ഹാപ്പി ആയിട്ടാണ് പേഷ്യൻസിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എന്താണ് അതിനുള്ള ഒരു ട്രിക്ക്? എന്താണ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താ ഉള്ളത്? അത് പലരും ചോദിക്കുകയാണ്, ഇങ്ങനെ ചിരിച്ചിരിക്കുന്നവർക്കൊന്നും സങ്കടമില്ല എന്നാണ് പൊതുവെ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളെല്ലാവരും എല്ലാ ഇമോഷൻസും കൂടിയുള്ളതാണ്. അല്ലെങ്കിൽ അവർ നോർമൽ അല്ലാന്ന് വേണമെങ്കിൽ ഞാൻ പറയുള്ളൂ. പലരും പറയുന്നത് സങ്കടത്തെയും അതുപോലെ ആൻസൈറ്റിനെയും ഡിപ്രഷനൊക്കെ അബ്നോർമാലിറ്റിയിലാണ് കാണുക. പക്ഷെ ഞാൻ അങ്ങനെ, ദാറ്റ്സ് എ നോർമൽ കണ്ടീഷൻ. പക്ഷെ അത് അബ്നോർമാലിറ്റിയിലോട്ട് പോകുന്നത് അത്രയും പീക്ക് ലെവലിൽ പോകുമ്പോഴാണ്. അപ്പം ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ഉണ്ട് സങ്കടങ്ങളും, എനിക്കും ഉണ്ട് ടെൻഷൻസും, എനിക്കും ഉണ്ടാവും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാവും. കാരണം ഞാൻ ഇത്രയും സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്നു, ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ. ആസ് എ ലേഡി നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരാം, മന്ത്ലി മൂഡ് സ്വിങ്സ് വരാം. ഇതൊക്കെ എനിക്കുള്ളത് തന്നെയാണ്. അത് പിന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഞാൻ അതിനെ ഒന്നും ആ തരത്തിൽ കാണാറില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ടെൻഷൻസ് ഇല്ലാത്ത ആരുമില്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, ഓഫ് കോഴ്സ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ. ഒരു സംരംഭകൻ എന്നുള്ളൊരു എൻ്റർപ്രണർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള സ്ഥലത്താണ് അവിടെ സക്സസ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്ന രൂപത്തിൽ ഒരിക്കലും ഞാൻ അതിനെ ഇൻവോൾവ് ചെയ്യാറില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ വരും, കാരണം ഉറപ്പായിട്ടും, കാരണം ലിറ്ററലി നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ മാത്രമല്ല, നിങ്ങളെല്ലാവർക്കും അറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ, ഒരുപാട് കമൻറ്റ് ബോക്സിൽ മോശം കമൻറ്റ്സ് വരാൻ, നമ്മളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ബുദ്ധിമുട്ടാക്കുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഞാൻ വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താ വെച്ചാൽ അത് ഞാൻ പറയണം, ഞാൻ മറ്റുള്ളവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും അത് മറ്റുള്ളവർ നമ്മളെ എന്ത് വിചാരിക്കുന്നല്ലോ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചല്ലോ എന്ന് തോന്നുമ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യണം. ആർക്കും വിഷമം ഉണ്ടാവും, സത്യമാണ്. കാരണം നമ്മളെക്കുറിച്ച് ഒരാൾ ബാഡ് വേർഡ് യൂസ് ചെയ്തു, അത് എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തെറി വിളിച്ചു, ചീത്ത വിളിച്ചു. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിൻ്റെ വേറൊരു തലം മനസ്സിലാക്കുവാണെങ്കിൽ, നമ്മളല്ലല്ലോ പോയി ചീത്ത വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ സമൂഹത്തിന് നല്ലൊരു സേവനം ചെയ്യുന്നു, നമ്മൾ ലീഗലി ഫിറ്റാണോ, നമ്മളതിന് നോളജുള്ള ആളാണോ, അതൊക്കെ മാത്രം നോക്കുക. ബാക്കി എക്സ്റ്റേണൽ വരുന്ന അത് അവരുടെ ക്യാരക്ടറാണ് അവരെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സഹതാപം മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പലരും ചോദിക്കും എന്താണ് ഹാപ്പിനെസ്സിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റ സീക്രട്ട് എനിക്ക് പറയാനുള്ളൂ, ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാറില്ല ആരുടെ അടുത്തുനിന്നും. നമ്മൾ പൊതുവേ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നമ്മൾ എന്ന് എടുത്ത് മാറ്റുന്നോ അന്ന് നമുക്ക് ഹാപ്പിനെസ് വരും, അത് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്നോട് ഇങ്ങനെയൊക്കെ ഇതാവണം, നമ്മൾ ഇത്രയും വളർത്തിയ കുട്ടികളല്ലേ, എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണം, അങ്ങനെ നമ്മളൊരു തലം വച്ചിരിക്കുകയാണ്. എൻ്റെ പാരൻസ് എന്നെ ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സിന് വയ്യാണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടു, അവർക്ക് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ എന്നെ കാണാൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നില്ല. ഇതൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ടെൻഷൻസും ഈവൻ റിലേഷൻഷിപ്പ് പോലും ബ്രേക്ക് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഓരോ മനുഷ്യനും ഇൻഡിപെൻഡൻ്റ് ആണ്. അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ വ്യക്തികളായിട്ട് കാണുക. അല്ലാണ്ട് നമ്മൾ ഇഷ്ടത്തിന്, നമ്മളും ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നിൽക്കണമെന്ന് വാശി പിടിച്ച് മെൻ്റൽ സ്റ്റാറ്റസ് വെച്ച് നമ്മൾ മാനസിക തലത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്, അപ്പം ഞാൻ വിളിച്ചു കൊടുത്തൊക്കെ അവർ വരണം, ഞാൻ പറയണതൊക്കെ അവർ കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ അതുപോലെയല്ലേ അവരോട് ചെയ്തത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റി. ചിലപ്പോൾ അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ടൈം തരിക. അപ്പം നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മളും ടൈം കൊടുക്കുക. ഇല്ല, അവരുടെ പ്രയോറിറ്റിക്ക് നമ്മൾ ഈക്വൽ പരിഗണന കൊടുത്തിട്ടുണ്ടാവും, കൺസേൺ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മളതിന് വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും എല്ലാവരെയും ഇൻഡിവിജ്വലായിട്ട് തന്നെ മനസ്സിലാക്കുക, കാണുക. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റുക. കിട്ടിയാൽ നല്ലത്, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് വിടാം. കിട്ടിയാൽ ഓക്കെ, ലക്കാണ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഹസ്ബൻഡ്, നമ്മുടെ എല്ലാ റിലേഷനിലുള്ള എല്ലാ ആൾക്കാരും നമ്മളോട് പെരുമാറിയെങ്കിൽ അത് നമ്മുടെ ലക്കാണെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ്ട. നമ്മൾ ചെയ്യാനുള്ളത് 100% നമ്മൾ ചെയ്യുക, ബാക്കി നമ്മൾ വിട്ടേക്കുക, അത്രേ ഉള്ളൂ.